ഹൈദരലിയുടെ വർദ്ധിച്ചുവരുന്ന ശക്തിയെ തടഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ അത് അപകടമാവുമെന്ന് മനസ്സിലാക്കിയിരുന്ന മറാത്തകൾ മൈസൂരിനെ ഏതു നിമിഷവും ആക്രമിക്കുമെന്ന അവസ്ഥയിലായിരുന്നു 1769 കാലം കടന്നുപോയത്. ആ സമയം മറാത്ത സൈന്യമെന്നത് അതിശക്തവുമായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഹൈദരലി ബ്രിട്ടീഷുകാരുമായി സന്ധി ചെയ്തപ്പോൾ എതിരാളികൾ ആക്രമിച്ചാൽ സഹായം ലഭ്യമാക്കും എന്ന വ്യവസ്ഥ വെച്ചതും. ഹൈദരുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയെ തടയാൻ നിസാമിൻ്റെ പിന്തുണയും മറാത്തകൾക്കുണ്ടായിരുന്നു. സ്വാഭാവികമായും ഇത്തരമൊരു ആക്രമണം മുന്നിൽ കണ്ട ഹൈദരലി തൻ്റെ നില ഭദ്രമാക്കാനായി തനിക്ക് കീഴിലുള്ള പല മേഖലകളിൽ നിന്നും അധികമായി പണമൊക്കെ സ്വരൂപിച്ച് ഒരു സൈനിക പ്രതിരോധമൊക്കെ സൃഷ്ടിക്കാൻ ശ്രമങ്ങളും നടത്തി. അദ്ദേഹം ബ്രിട്ടീഷിൻ്റെ പിന്തുണയും മുന്നിൽ കണ്ടിരുന്നു. ഏതായാലും 1769 നവംബറോടെ മറാത്ത സൈന്യം മൈസൂരിൻ്റെ മണ്ണിലേക്ക് കടക്കാൻ ആരംഭിച്ചു. ഹൈദരലി പ്രതീക്ഷിച്ചതുപോലെ ബ്രിട്ടീഷ് സഹായിക്കുകയുണ്ടായില്ല. അവർ കരാർ വ്യവസ്ഥകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ഹൈദരലിയെ ഇവിടെ ചതിക്കുകയുമാണ് ഉണ്ടായത്. അതോടെ യുദ്ധക്കളത്തിൽ ഹൈദരലി മറാത്ത പടയെ ഒറ്റയ്ക്ക് നേരിടേണ്ടതായ അവസ്ഥ വരികയാണ്. പടക്കളത്തിൽ വരുന്ന വലിയ മറാത്ത സൈന്യത്തെ ഒറ്റയ്ക്ക് നേരിടുക എന്നത് ഒരിക്കലും വിജയിക്കാത്ത കാര്യമാണെന്ന് മനസ്സിലാക്കിയ ഹൈദരലി തയ്യാറാക്കിയ തന്ത്രങ്ങളിൽ നിന്ന് പിന്മാറുകയുണ്ടായി. അതോടെ മറാത്ത സൈന്യം മൈസൂർ അതിർത്തികളിൽ നിന്ന് ഉള്ളിലേക്ക് വലിയ പ്രതിരോധങ്ങളൊന്നുമില്ലാതെ അതിവേഗം കുതിച്ചു. ഈ സമയം ഹൈദരലി മറാത്ത സൈന്യത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ വേഗതയെ തടയാനായി അപ്രതീക്ഷിത ആക്രമണങ്ങളിലേക്കും മറ്റുമൊക്കെ കടക്കുകയുണ്ടായി. അതിനായുള്ള ചുമതല ഹൈദരലി ടിപ്പുവിനെയാണ് ഏൽപ്പിച്ചത്. എതിർ സൈന്യം വരുന്ന മേഖലകളിലെ ജനങ്ങളോട് മാറിപ്പോവാനും കോട്ടകളിൽ അഭയം തേടാനും നിർദ്ദേശങ്ങൾ നൽകിയ ഹൈദരലി എതിർ സൈന്യത്തിന് ഗുണകരമായേക്കാവുന്ന മേഖലകളൊക്കെ പരമാവധി നശിപ്പിക്കുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ ബിദ്നൂറിൻ്റെ അതിർത്തി മേഖലകളിൽ നിലയുറപ്പിക്കുകയും പുനെയിൽ നിന്ന് വരുന്ന മറാത്ത സപ്ലൈ ചെയിനുകളെയൊക്കെ വലിയ തോതിൽ തന്നെ തകർക്കുകയും ചെയ്തു. എങ്കിലും അത്രമേൽ കരുത്തനായ മാധവറാവുവിൻ്റെ മുന്നേറ്റത്തിൻ്റെ വേഗതയെ തളർത്താനൊന്നും ഹൈദരലിക്ക് ആയതേയില്ല. അതോടെ 1770 ഫെബ്രുവരിയിൽ തന്നെ ഹൈദരലി ടിപ്പുവിനെ തിരിച്ചു വിളിക്കുകയും മറാത്തയെ നേരിടാൻ വഴികളുണ്ടോ എന്ന് ആലോചിക്കുകയും ചെയ്തു. പക്ഷേ മറാത്തയുടെ മാധവറാവുവിനെ തടയുക എന്നത് നടപ്പാവാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിയ ഹൈദരലി മാധവറാവുവിനോട് സന്ധി ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. എന്നാൽ പേഷ്വ നഷ്ടപരിഹാരമായി 1 കോടി രൂപയായിരുന്നു ആവശ്യപ്പെട്ടത്. ഒരുമിച്ചോ ഘട്ടം ഘട്ടമായോ അത്രയും നൽകണമെന്ന വ്യവസ്ഥയിൽ നിന്ന് ചർച്ചയിലെവിടെയും മറാത്തകൾ പിന്മാറിയതേയില്ല. ഹൈദരലി അത് സമ്മതിച്ചതുമില്ല. അതോടെ മറാത്ത മുന്നേറ്റം കൂടുതൽ ശക്തമായി. മൈസൂരിൻ്റെ ഉത്തരകിഴക്കൻ മേഖലകളിലൂടെ മറാത്തകൾ മുന്നേറുകയും ആ മേഖലകളെല്ലാം തന്നെ കീഴടക്കുകയും പ്രധാന മേഖലകൾ കൊള്ളയടിക്കുകയുമുണ്ടായി. ഇതിനിടയിൽ തുംകൂറിനടുത്തുള്ള നിജഗൽ കോട്ട മറാത്തയ്ക്ക് മുന്നിൽ വിരോചിതമായ ഒരു ചെറുത്തുനിൽപ്പ് നടത്തുകയുണ്ടായി. മറാത്തയ്ക്ക് കോട്ട പിടിച്ചെടുക്കാൻ ആവാഞ്ഞതോടെ അവിടെ ഉപരോധം സൃഷ്ടിക്കപ്പെട്ടു. സർദാർ ഖാൻ്റെ നേതൃത്വത്തിൽ വിരോചിതമായ ചെറുത്തുനിൽപ്പാണ് മറാത്ത സൈന്യത്തിന് നേരിടേണ്ടി വന്നത്. ഉപരോധം 3 മാസത്തോളം നീണ്ടുനിന്നു. കോട്ട മേഖലകളുടെ പ്രതിരോധം തകർക്കാനായി വഴികൾ തേടിയ മാധവറാവു ചിത്രദുർഗ മേഖലകളുടെ നായകനെ ആ ദൗത്യമേൽപ്പിച്ചു. അപ്രകാരം ഒരു രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ സൈന്യം കഷ്ടപ്പെട്ട് കോട്ട മേഖലകളിലേക്ക് കടന്നു കയറുകയും അപ്രതീക്ഷിതമായ ഒരു ആക്രമണം നടത്തുകയുമുണ്ടായി. ആദ്യഘട്ട പ്രതിരോധ നിരകളിൽ വിള്ളൽ വീഴ്ത്തിയതിനപ്പുറം പ്രധാന സൈന്യവുമൊക്കെ കടന്നു കയറി സർദാർ ഖാൻ്റെ സൈന്യത്തെ തകർക്കുകയുണ്ടായി. മറാത്തയുടെ അതിഗംഭീര മുന്നേറ്റത്തിനിടയിൽ അവർ നേരിട്ട ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പ് ഈ കോട്ടയിൽ നിന്നായിരുന്നു എന്ന് നിസ്സംശയം പറയാം. സൈന്യം തടങ്കലിൽ പിടിച്ചപ്പോഴും ഏവരെയും വധിച്ചപ്പോഴും നായകശേഷി ഒട്ടും കുറയാതെ നിലനിന്ന സർദാർ ഖാനെ മാധവറാവു വെറുതെ വിട്ടതായും പറയുന്നുണ്ട്. ഏതായാലും ശ്രീരംഗപട്ടണം ലക്ഷ്യമാക്കി മാർച്ച് ചെയ്ത മറാത്ത സൈന്യത്തിന് വലിയൊരു പ്രതിരോധം ഇവിടെ ലഭിക്കുകയുണ്ടായി. പക്ഷേ ഈ സമയമായപ്പോഴേക്ക് മാധവറാവു രോഗബാധിതനായി. വയ്യാതായതോടെ അദ്ദേഹത്തിന് തിരിച്ച് പുനെയിലേക്ക് തന്നെ പോവേണ്ടതായ അവസ്ഥയും വന്നു. പാനിപ്പത്ത് യുദ്ധത്തിൽ മറാത്ത നേരിട്ട പരാജയത്തേക്കാൾ മറാത്ത സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ വലുതായിരുന്നു മാധവറാവുവിൻ്റെ അപ്രതീക്ഷിത മരണം എന്ന ചരിത്ര വിലയിരുത്തൽ കൂടി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു. ഏതായാലും മാധവറാവു തിരിച്ചുപോയതിനപ്പുറം സൈന്യത്തിൻ്റെ ചുമതല ത്രിംബക് റാവു ഏറ്റെടുത്തു. അദ്ദേഹവും മൈസൂർ മേഖലകളിലെ മുന്നേറ്റം തുടരുകയും ശ്രീരംഗപട്ടണം ലക്ഷ്യമാക്കി നീങ്ങുകയും വഴികളിലെ കോട്ടകളെയും പ്രതിരോധങ്ങളെയും ഒക്കെ തകർത്ത് മറാത്ത ഔട്ട്പോസ്റ്റുകളൊക്കെ സൃഷ്ടിക്കുകയുമുണ്ടായി. ഈ മുന്നേറ്റം എന്ന് പറയുമ്പോൾ മറാത്ത സൈന്യം തന്നെ 2-3 വിഭാഗങ്ങളൊക്കെയായി തിരിഞ്ഞ് മൈസൂരിൻ്റെ പല അതിർത്തി വഴികളിലൂടെ കടന്ന് പ്രധാനപ്പെട്ട കോട്ടകളുള്ള മേഖലകളടക്കം പിടിച്ചെടുത്തുകൊണ്ടാണ് മുന്നേറുന്നത് എന്ന കാര്യം ഓർക്കുക.
ഇവിടെയൊക്കെ പലയിടത്തും മൈസൂർ പ്രതിരോധങ്ങളും അപ്രതീക്ഷിത ആക്രമണങ്ങളുമൊക്കെ നടത്തുന്നുമുണ്ട്. ഏതായാലും മാധവറാവു തിരിച്ചുപോയതോടെ മറാത്ത സൈന്യത്തെ നേരിടാൻ ഹൈദരലി വീണ്ടും ചില പദ്ധതികൾ തയ്യാറാക്കുകയുണ്ടായി. അപ്രകാരം മൈസൂർ സൈന്യം മേലുക്കോട്ട മേഖലകളിലെ മലനിരകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിരോധ നിരകളൊക്കെ സജ്ജമാക്കുകയുണ്ടായി. ആ മേഖലകളിലേക്ക് എത്തിത്തുടങ്ങിയ മറാത്ത സൈന്യവും ഹൈദറുടെ പ്രതിരോധ നിരകൾ മനസ്സിലാക്കിക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ മേഖലകളിൽ തന്നെ പ്രതിരോധം തീർക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം സംഭവിച്ചു. ഹൈദറുടെ പീരങ്കികൾക്ക് മറാത്ത സൈനിക ക്യാമ്പുകൾ വരെ തീതുപ്പാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. നേരെ തിരിച്ച് മറാത്തയുടെ ആക്രമണങ്ങൾ പലപ്പോഴും ഹൈദറുടെ മേഖലകളിലേക്ക് എത്തുകയും ചെയ്തു. കനത്ത രീതിയിൽ ദിവസങ്ങളോളം മറാത്ത ആക്രമണം നടത്തിയപ്പോൾ ഹൈദർക്ക് തക്കതായ മറുപടി നൽകാൻ സാധിച്ചതുമില്ല. അല്ലെങ്കിൽ അതിനു മാത്രമുള്ള ആയുധശക്തി ആ സമയം ഹൈദറുടെ കൈകളിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. തിരിച്ചടി മനസ്സിലാക്കിയ ഹൈദരലി മേലുക്കോട്ടെ മേഖലകളിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു. അങ്ങനെ രാത്രിയിൽ ഹൈദർ ശ്രീരംഗപട്ടണത്തേക്ക് മാർച്ച് ചെയ്യാനായി നിർദ്ദേശങ്ങൾ നൽകി. ടിപ്പു ഈ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിലും പ്രധാനപ്പെട്ടവർ നിലകൊള്ളുന്ന സ്ഥലത്തായിരുന്നില്ല. സൈന്യം പിന്മാറാൻ ആരംഭിച്ചപ്പോഴും ടിപ്പു സൈനിക വ്യൂഹത്തിൻ്റെയൊക്കെ ഏറ്റവും പുറകിലായിരുന്നു എന്നാണ് പറയുന്നത്. അതേ ദിവസം വൈകുന്നേരം ഹൈദരലി മദ്യമൊക്കെ കഴിച്ചതിനെ തുടർന്ന് തൻ്റെ സൈന്യത്തെ നിയന്ത്രിക്കാൻ മാത്രമുള്ള ആരോഗ്യത്തിലോ ബോധത്തിലോ ആയിരുന്നില്ല എന്നും പറയുന്നു. മലനിരകൾക്ക് അപ്പുറത്തു നിന്ന് പ്രധാന സൈന്യത്തിൻ്റെ രഹസ്യമായ ഒരു പിന്മാറ്റം എന്ന നിലയിൽ മാത്രമാണ് ഹൈദരലി അതിനെ നോക്കിക്കണ്ടതും. എന്നാൽ കൃത്യമായ രീതിയിൽ നടത്താത്ത പിന്മാറ്റം അപകടമായി മാറുകയാണുണ്ടായത്. അപായ സൂചനകളൊക്കെ ഉയർന്നതിനെ തുടർന്ന് മറാത്ത സൈന്യം ഈ മേഖലകളിലേക്ക് കൂടുതലായി ശ്രദ്ധിക്കുകയും മൈസൂർ സേനയുടെ പിന്മാറ്റം മനസ്സിലാക്കിക്കൊണ്ട് ഉടൻ തന്നെ കടന്നാക്രമണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. പീരങ്കിപ്പടയുടെ അടക്കം പിന്തുണയോടെ മുന്നേറിയ മറാത്ത സൈന്യം മൈസൂർ ക്യാമ്പുകൾക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തി. പൂർണ്ണ ആരോഗ്യത്തിൽ നിലനിൽക്കാത്ത ഹൈദർക്ക് തൻ്റെ സേനയെ ആ സമയം നിയന്ത്രിക്കാൻ പോലുമായില്ല. സത്യത്തിൽ സൈന്യം ചിതറിപ്പോവുകയാണ് ഉണ്ടായത്. സൈനിക മേഖലയുടെ പുറകിലുണ്ടായിരുന്ന ടിപ്പു സുൽത്താനോട് മുന്നിലേക്ക് വരണമെന്നറിയിച്ച് പലകുറി സന്ദേശങ്ങളൊക്കെ അയച്ചെങ്കിലും അവയൊന്നും തന്നെ ടിപ്പുവിലേക്ക് ആ സമയം എത്തിയതുമില്ല. ചിതറിയ മൈസൂർ സേനകൾക്കിടയിലേക്ക് കുതിച്ചെത്തിയ മറാത്ത കുതിരപ്പട മൈസൂർ പടയാളികളെ ഒരു ദയയുമില്ലാതെ കൂട്ടക്കൊല ചെയ്യുന്നതാണ് പിന്നീട് ആ കുന്നിൻ മേഖലകൾ കണ്ടത്. 1771 മാർച്ച് 5 രാത്രിയിലായിരുന്നു ഹൈദർക്കി അതിദാരുണമായ തിരിച്ചടി നേരിടുന്നത്. ഏതായാലും സൈന്യമൊക്കെ തകർന്നടിഞ്ഞപ്പോൾ അകമ്പടികൾ പോലുമില്ലാതെ ഹൈദറിന് അവിടെ നിന്നും കുതിരപ്പുറത്തേറി രക്ഷപ്പെടേണ്ട അവസ്ഥയും വന്നു ചേർന്നു. ഹൈദരലിയുടെ നിർണായകമായ ഒട്ടേറെ ജനറൽമാർ ഈ ഒരു കൂട്ടക്കുരുതിയിൽ കൊല്ലപ്പെടുകയും ചെയ്തു. കാവേരി നദിയുടെ പല മേഖലകളിലേക്ക് ചാടിയാണ് അന്ന് മിക്കവരും രക്ഷപ്പെട്ടത്. ഇവിടെയും മറാത്തയെ പ്രതിരോധിക്കാനായി കാര്യക്ഷമമായി പ്രവർത്തിച്ചവരുടെ കൂട്ടത്തിൽ ഫസലുള്ളാ ഖാൻ്റെ പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരോടൊപ്പം മറാത്ത നിരകളിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിക്കൊണ്ട് അദ്ദേഹം തിരിച്ചടിക്കുകയും പിന്തുടർന്ന മറാത്തയെ വെട്ടിച്ചുകൊണ്ട് കാവേരി നദിയൊക്കെ മറികടന്ന് അദ്ദേഹവും ശ്രീരംഗപട്ടണത്തേക്ക് പിറ്റേന്ന് സുരക്ഷിതമായി എത്തിച്ചേരുകയുണ്ടായി. സൈന്യത്തിൻ്റെ ഏറ്റവും പുറകിലുണ്ടായിരുന്നത് ടിപ്പു സുൽത്താൻ ആയിരുന്നു എന്ന് പറയുകയുണ്ടായല്ലോ. സ്വാഭാവികമായും അദ്ദേഹത്തിന് ആക്രമണങ്ങളെ നേരിടേണ്ടതായി വന്നിട്ടുമുണ്ടാകാം. ശ്രീരംഗപട്ടണത്ത് ടിപ്പു സുൽത്താൻ എത്തിച്ചേരാതിരുന്നത് കൊണ്ട് തന്നെ ഇതിനിടയിൽ ടിപ്പു കൊല്ലപ്പെട്ടെന്ന വാർത്തകളും പരന്നിരുന്നു. മകൻ്റെ വേർപാടിൽ തകർന്നടിഞ്ഞ ഹൈദരലി ശ്രീരംഗപട്ടണത്തെ പള്ളിക്ക് മുന്നിൽ ഇരുന്ന് കരഞ്ഞതായും മകൻ ജീവനോടെ തിരിച്ചു വരണേ എന്ന നിലയിൽ പ്രാർത്ഥിച്ചതായും കുറിപ്പുകളുണ്ട്. എന്നാൽ ടിപ്പു സുൽത്താൻ ആ രാത്രിയിൽ സയ്യിദ് മുഹമ്മദിനോടൊപ്പം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുകയും മറ്റു വഴികളിലൂടെ പിറ്റേന്ന് ശ്രീരംഗപട്ടണത്തേക്ക് എത്തിച്ചേരുകയുമാണ് ഉണ്ടായത്. ടിപ്പുവിനെ കണ്ട ഹൈദർ ഉത്തരവുകൾ കേൾക്കാതിരുന്ന അല്ലെങ്കിൽ ടിപ്പുവിന് ലഭിക്കാതിരുന്ന നിർദ്ദേശങ്ങളുടെ പേരിൽ ടിപ്പുവിനെ തല്ലിയതായും ചരിത്ര എഴുത്തുകളിലൊക്കെ പറയുന്നുണ്ട്. ഏതായാലും പ്രതിരോധം തീർത്ത മേലുക്കോട്ടയിൽ വെച്ച് കാര്യമായി ഒന്ന് പ്രതിരോധിക്കാൻ പോലും ആയില്ല എന്ന് മാത്രമല്ല, വമ്പൻ പരാജയം കൂടി ഹൈദരലിക്ക് അവിടെ നേരിടേണ്ടതായി വന്നു. യുദ്ധത്തിൽ മറാത്ത പൂർണ്ണമായി ജയിച്ചു വന്ന സമയമാണത്. അവർക്ക് മുന്നിൽ മൈസൂർ ഒരുക്കുന്ന ശ്രീരംഗപട്ടണത്തിൻ്റെ പ്രതിരോധം കൂടിയേ അവിടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതേ വേഗതയിൽ മറാത്ത മുന്നേറ്റം അവിടെ ഉണ്ടായില്ല. മേലുക്കോട്ട എന്നത് വളരെ പ്രസിദ്ധമായ ക്ഷേത്രമേഖല കൂടിയായിരുന്നു. മറാത്തകൾ ഈ മേഖലയിൽ വലിയ രീതിയിൽ നശീകരണവും ധനസമാഹരണവും ഒക്കെ നടത്തുകയുണ്ടായി. ഒട്ടേറെ ദിവസം അവർ ആ മേഖലയിൽ നിലകൊണ്ടതിന് ശേഷം മാത്രമാണ് ശ്രീരംഗപട്ടണം മേഖലകളിലേക്ക് മറാത്ത സൈന്യം പട നയിച്ചെത്തുന്നത്.
സ്വാഭാവികമായും ശ്രീരംഗപട്ടണം കോട്ടയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തപ്പെട്ടു. ഹൈദരലി സമർത്ഥമായി തന്നെ ഉപരോധത്തെ നേരിടുകയും ചെയ്തു. ഈ സമയങ്ങളിലൊക്കെ തന്നെയും ടിപ്പു നിർണായക ഘടകമായി പുറമേ നിന്ന് അപ്രതീക്ഷിത ആക്രമണങ്ങളും നടത്തുകയുണ്ടായി. ഉപരോധത്തിൽ വീഴാൻ മാത്രം ശേഷിയില്ലാത്ത കോട്ടയൊന്നുമല്ല ശ്രീരംഗപട്ടണം എന്നത് മറാത്തകൾക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ. മഴക്കാലമായാൽ കോട്ട ഭേദിക്കുക എന്നത് തീരെ നടപ്പുള്ള കാര്യവുമല്ല. അതുകൊണ്ട് തന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ട്രിംബക് ഉപരോധത്തിൽ നിന്ന് പിന്മാറി. ഏതാണ്ട് 35,000-ഓളം സൈനികരുമൊത്ത് തഞ്ചാവൂർ മേഖലകൾ ലക്ഷ്യമാക്കി പടനീക്കം തുടർന്നു. കോയമ്പത്തൂർ മേഖലകളൊക്കെ പിടിച്ചടക്കി ധാരാളം ധനം കണ്ടെത്തുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഇവർക്ക് പുറകെ ടിപ്പുവുമുണ്ടായിരുന്നു. 6,000-ഓളം വരുന്ന ഒരു പടയുമായി ടിപ്പു മറാത്ത സൈന്യത്തിന് അപ്രതീക്ഷിത ആക്രമണങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് മാത്രമുള്ള സൈനിക ബലം ടിപ്പുവിന് അന്ന് ഇല്ലതാനും. എങ്കിലും ഇത്തരത്തിലുള്ള അപ്രതീക്ഷിത ആക്രമണങ്ങളൊന്നും തന്നെ വലിയ വിജയമൊന്നുമായില്ല. അതുകൊണ്ട് തന്നെ ടിപ്പു തിരിച്ചു പോവുകയും യുദ്ധത്തിൻ്റെ ആദ്യകാലങ്ങളിൽ നടത്തിയ അഥവാ ബിദുനൂർ മേഖലകളിൽ വെച്ച് നടത്തിയ അപ്രതീക്ഷിത ആക്രമണങ്ങൾ തുടരാനായി അവിടെ എത്തുകയും അവിടെ നിന്ന് പുനയിൽ നിന്ന് വരുന്ന പോഷക സേനകളെയും ആയുധങ്ങളെയുമൊക്കെ ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ ടിപ്പു വലിയ വിജയം നേടുകയുണ്ടായി. ധാരാളം ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നതിലും ടിപ്പു വിജയിച്ചു. മറാത്തയുമായുള്ള യുദ്ധസമയത്ത് മൈസൂരിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏക വിജയവും ഇതുതന്നെയായിരുന്നു. ട്രിംബക് പ്രധാന സൈന്യം പടനീക്കം തുടർന്നെങ്കിലും മൈസൂർ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പല മേഖലകളും അപ്പോഴും മറാത്തകളുടെ കീഴിൽ തന്നെയായിരുന്നു. പ്രധാന സൈന്യവും ഈ മേഖലകളിൽ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തിരിച്ചടിയൊന്നും ഹൈദരലിക്ക് സാധ്യമായതുമില്ല. ഒടുവിൽ ഹൈദരലി വീണ്ടും സമാധാന ശ്രമങ്ങൾ നടത്തി. 15 ലക്ഷം രൂപ ആദ്യവും അത്രയും തന്നെ രണ്ടാം ഘട്ടമായും നഷ്ടപരിഹാരം എന്ന നിലയിൽ മൈസൂർ മറാത്ത യുദ്ധത്തിന് സന്ധി സൃഷ്ടിക്കപ്പെട്ടു. 1772 ജൂണിലായിരുന്നു ഈ സന്ധി ചർച്ചകൾ ഉണ്ടായത്. ഹൈദരലിയെ സംബന്ധിച്ചിടത്തോളം തീർത്തും നാണം കെട്ടൊരു തോൽവിയായിരുന്നു മറാത്തയുമായുള്ള ഈ യുദ്ധമെന്ന് പറയാം. നഷ്ടപരിഹാരത്തിനൊപ്പം തന്നെ മൈസൂരിന് കീഴിലെ ചില പ്രധാന മേഖലകളും മറാത്തകൾ കൈവശം വയ്ക്കുകയുണ്ടായി. ഏതായാലും അവിടെ സമാധാനം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയാം. എന്നാൽ 1772 നവംബറിൽ പേഷ്വ മാധവറാവു അസുഖത്തെ തുടർന്ന് മരണപ്പെടുകയുണ്ടായി. അതിനെ തുടർന്ന് പുനെയിൽ സ്വാഭാവികമായും പ്രശ്നങ്ങളുണ്ടാവും. ഇത് കൃത്യമായി അറിയുമായിരുന്ന ഹൈദരലി നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാനും മറാത്ത മേഖലകളിലേക്ക് കടന്നു കയറാനും ടിപ്പു സുൽത്താനെ നിയോഗിക്കുകയുണ്ടായി. അതോടെ ടിപ്പുവിൻ്റെ യഥാർത്ഥ നായകത്വത്തിന് കീഴിലെ മറാത്തയ്ക്കെതിരെയുള്ള വിഖ്യാതമായ പടയോട്ടത്തിൻ്റെ തുടക്കവും ആരംഭിക്കുകയാണ്.